Good morning and a very warm welcome to all of you. So today onwards we are starting our plus 2 courses. So first of all I am going to take about the first chapter in botany, reproduction in organisms. So the first chapter in botany is reproduction in organisms. Actually biology, it is the സ്റ്റോറി ഓഫ് ലൈഫ് ഓൺ എർത്ത്. അതായത് നമ്മുടെ എർത്തിലുള്ള ലൈഫിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണ് എന്ത് ബയോളജി. അപ്പോൾ ആസ് എ റിസൾട്ട് ഓഫ് ദിസ് മെനി സ്പീഷീസ് അറൈവ്, ഒരുപാട് സ്പീഷീസ് ഡെവലപ്പ് ചെയ്യുന്നു. ആൻഡ് മോസ്റ്റ് ഓഫ് ദം സർവൈവ് ആൻഡ് മോസ്റ്റ് ഓഫ് ദം ഡൈ ആഫ്റ്റർ സം ടൈം. സോ ഹൗ ദിസ് സർവൈവൽ ഒക്കേഴ്സ് ഇൻ ദ സ്പീഷീസ്? ഒരു സ്പീഷീസ് തന്നെ സർവൈവ് ചെയ്യാൻ കാരണം എങ്ങനെയാണ്? വിത്തൗട്ട് എനി എക്സ്റ്റിങ്ഷൻ ഇല്ലാത്തതൊഴികെ ഹൗ ദ സ്പീഷീസ് ക്യാൻ സർവൈവ്? ദിസ് ക്യാൻ ബി പോസിബിൾ ത്രൂ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന വൈറ്റൽ പ്രോസസ്സ് നടക്കുന്നത് കൊണ്ടാണ് ദ സ്പീഷീസ് ആർ സർവൈവിങ്. എമംഗ് ദം ദ റീപ്രൊഡക്ഷൻ ക്യാൻ ബി ഓഫ് two types, sexual reproduction and asexual reproduction. For sexual reproduction vadi we will get many progeny with different characters or many progeny with variants, and among them mostly surviving, which may get mostly അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഒരുപാട് പ്രോജനി ഡെവലപ്പ് ചെയ്യും. അതിൽ ഏറ്റവും ഫിറ്റസ്റ്റ് വണ്ണാണ് സർവൈവ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ അപ്പാർട്ട് ഫ്രം ദി സെക്ഷൽ റീപ്രൊഡക്ഷൻ അസെക്ഷൽ മെത്തേഡ്സ് ആർ അസെക്ഷൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഈസ് ഓൾസോ പോസിബിൾ. അപ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഇറ്റ് ഗീവ്സ് ദ പ്രോജനി വിത്ത് ക്യാരക്ടേഴ്സ് എക്സാക്റ്റ് ഓഫ് ദർ പാരന്റ്. സോ ഇൻ ദിസ് യൂണിറ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ organisms. Introduction. Each and every organism can live with only for a certain period of time. അതായത് ഒരു പ്രത്യേക കാലാവധി വരെ മാത്രമേ every organisms can survive. So the period from birth to natural death of an organism represent lifespan. Lifespan എന്ന് പറയുന്നത് it is the period ഫ്രം ബർത്ത് തൊട്ട് നാച്ചുറൽ ഡെത്ത് വരെയുള്ള ഒരു ഓർഗാനിസത്തിൻ്റെ കാലയളവിനാണ് എന്ത് പറയുക? ലൈഫ് സ്പാൻ. സോ ഇറ്റ് ക്യാൻ ബി ഐദർ ഷോർട്ട് ആസ് എ ഫ്യൂ ഡേയ്സ് ഓർ ലോങ് ആസ് ഫ്യൂ തൗസൻഡ് ഇയേഴ്സ്. ബിറ്റ്വീൻ ദീസ് ടു എക്സ്ട്രീംസ് ആർ ദ ലൈഫ് സ്പാൻ. അപ്പോൾ ഈ രണ്ട് എക്സ്ട്രീംസിൻ്റെ ഇടയിലാണ് മോസ്റ്റ് ഓഫ് ദ ലിവിങ് ഓർഗാനിസംസ് പോസസ് ലൈഫ് സ്പാൻ. സോ ദ ലൈഫ് സ്പാൻസ് ഓഫ് ദ ഓർഗാനിസംസ് ദേ ആർ നോട്ട് നെസസറിലി കോറിലേറ്റഡ് വിത്ത് ദർ സൈസ്. സൈസിന് ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ലൈഫ് സ്പാൻ തീരുമാനിക്കുക. ഫോർ എക്സാമ്പിൾ ക്രോ ആൻഡ് പാരറ്റ് രണ്ടിൻ്റെയും സൈസ് ഏകദേശം സെയിം ആയിരിക്കും, ബട്ട് ദർ ലൈഫ് സ്പാൻ ഷോ എ വൈഡ് ഡിഫറൻസ്. നോ ഇൻഡിവിജ്വൽ ഈസ് ഇമ്മോർട്ടൽ. അപ്പോൾ ഒരു ഇൻഡിവിജ്വലും ഇമ്മോർട്ടൽ അല്ല എക്സെപ്റ്റ് സിംഗിൾ സെൽ ഓർഗാനിസംസ്. It will die after some time. So no individual is immortal. So what do you mean by reproduction? Coming to the point, the reproduction is defined as the biological process in which an organism gives rise to young ones or offsprings similar to itself. അപ്പോൾ reproduction എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ പ്രോസസ്, ലൈഫിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിൽ ഓർഗാനിസം ഗീവ് റൈസ് ടു ദെയർ യങ് വൺസ് വിച്ച് ആർ മോസ്റ്റ്ലി സിമിലർ ടു ഇറ്റ് സെൽഫ്. ഓക്കെ, ദ ഓഫ് സ്പ്രിങ്സ് ദെൻ ഗ്രോ, മെച്യൂർ ആൻഡ് ഇൻ ടേൺ പ്രൊഡ്യൂസ്. ദേ ആർ ഓൾസോ കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ന്യൂ ഓഫ് സ്പ്രിങ് ആഫ്റ്റർ ദ ഗ്രോത്ത് ആൻഡ് മെച്യൂറേഷൻ. അപ്പോൾ ഈ റീപ്രൊഡക്ഷനിൽ എന്ത് വരുന്നുണ്ട്? ദർ ഈസ് എ സൈക്കിൾ ഓഫ് ബർത്ത്, ഗ്രോത്ത് ആൻഡ് ഡെത്ത്. And this may enable, reproduction enables the continuity of species. അപ്പോൾ റീപ്രൊഡക്ഷൻ ആണ് സ്പീഷീസിൻ്റെ കണ്ടിന്യൂറ്റിക്ക് കാരണം.
generation after generation. So each organisms has evolved its own mechanism to reproduce. അപ്പോൾ ഓരോ ഓർഗാനിസത്തിനും ഡിഫറെൻറ്റ് മെക്കാനിസമാണ് റീപ്രൊഡക്ഷൻ. ഒരു ഓർഗാനിസത്തിലുള്ളത് പോലെയല്ല വേറെ ഓർഗാനിസത്തിൽ. ദേ ഹാവ് ഇവോൾവ് ദെയർ ഓൺ മെക്കാനിസം ടു മൾട്ടിപ്ലൈ ആൻഡ് പ്രൊഡ്യൂസ് ഓഫ് സ്പ്രിങ്സ്. ദ ഓർഗാനിസംസ് ഹാബിറ്റഡ്, ഓർഗാനിസം ജീവിക്കുന്ന ചുറ്റുപാട്, ഇറ്റ്സ് ഇന്റേണൽ ഫിസിയോളജി, ബോഡിയുടെ ഡിഫറെൻറ്റ് ഫിസിയോളജി എന്ന് പറഞ്ഞാൽ ഇന്റേണൽ സ്ട്രക്ചർ, and there are several other factors responsible for how it reproduces. Based on whether there is participation of one organism or two in the process of reproduction, it is of two types. So mainly reproduction of two types, asexual and sexual reproduction. So in the case of asexual reproduction, the offsprings are produced by a single parent with or without the involvement of gamete formation. Single parentil നിന്നാണ് offsprings develop ചെയ്യുന്നത് in the case of asexual reproduction. Whereas in the case of sexual reproduction, two parents which are of opposite characters or opposite sex, they participate in the reproductive process. And this processes involved in the reproduction are fusion of male and female gametes. Such type of reproduction is called what? Sexual reproduction. Now coming to the details of asexual reproduction. In this type of reproduction, a single individual or the parent is capable of producing offspring. അപ്പോൾ ഈ ടൈപ്പ് റീപ്രൊഡക്ഷനിൽ ഒരു പാരന്റ് ഇൻവോൾവ് ആവുള്ളൂ ഫോർ പ്രൊഡ്യൂസിങ് ഓഫ്സ്പ്രിങ്സ്. നോ ടു പാരന്റ്സ് ആർ പ്രസന്റ്. സോ ആസ് എ റിസൾട്ട് ദ ഓഫ്സ്പ്രിങ്സ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് not only identical to one another but are also exact copy of their parents. അപ്പോൾ ഓഫ്സ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഇത്തരം റീപ്രൊഡക്ഷനിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓഫ്സ്പ്രിങ്സ് ദേ ആർ എക്സാക്ട് കോപ്പി ഓഫ് ദെയർ പാരന്റ്. എന്ന് വെച്ചാൽ ദേ ആർ ഐഡന്റിക്കൽ, സെയിം ആയിരിക്കും പാരന്റിനെ പോലെ തന്നെ. ദേ ആർ ഐഡന്റിക്കൽ ടു വൺ അനദർ. സോ നൗ വി ക്യാൻ യൂസ് ദ ടേം ക്ലോൺ. അപ്പൊ ക്ലോൺ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി സിമിലർ ഇൻഡിവിജ്വൽസ്. മോർഫോളജിക്കലിയും അതുപോലെ തന്നെ ജനറ്റിക്കലിയും സിമിലർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് നമുക്ക് ക്ലോൺ എന്ന് വിളിക്കാം. ഓക്കെ. Now this type of reproduction, it is common among single celled organisms. അപ്പോൾ അധികവും സിംഗിൾ സെൽഡ് ഓർഗാനിസത്തിലാണ് കൂടുതലും ഈ അസെക്ഷൽ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ കാണാറ്. അതുപോലെ തന്നെ പ്ലാന്റ്സിലും ആനിമൽസിലും കാണാം. വിത്ത് റിലേറ്റീവ്ലി ഇൻ ദ സിമ്പിൾ ഓർഗനൈസേഷൻ ഉള്ള ഓർഗാനിസത്തിലായിരിക്കും അധികവും ദിസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഇസ് സീൻ. ഇൻ പ്രോട്ടിസ്റ്റ് ആൻഡ് മൊണേറൻസ്, അതായത് ഓർഗാനിസംസിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നതൊക്കെയാണ് അല്ലെ, മൊണേറൻസ് ആൻഡ് പ്രോട്ടിസ്റ്റ്. ദ ഓർഗാനിസംസ് ഓഫ് ദ പാരന്റ് സെൽ വിച്ച് ഡിവൈഡ്സ് ഇൻടു ടു ടു ഗീവ് റൈസ് ടു ന്യൂ ഇൻഡിവിജ്വൽസ്. അപ്പോൾ പ്രോട്ടിസ്റ്റയിലും മൊണേറയിലും പാരന്റ് സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, വിച്ച് ഗീവ് റൈസ് ടു ന്യൂ ഇൻഡിവിജ്വൽസ്. പിക്ചർ കണ്ടാൽ ശരിക്കും മനസ്സിലാവും പാരന്റിൽ നിന്ന് ഡോട്ടർ സെല്ല് ഡെവലപ്പ് ചെയ്യുന്നത്. This picture. And in these organisms, cell division itself is a mode of reproduction. അതായത് സെല്ല് ഡിവൈഡ് ചെയ്യുക, അതാണ് ഇത്തരത്തിലുള്ള മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. അപ്പോൾ അതായത് സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക, ദാറ്റ് ഈസ് സെൽ ഡിവിഷൻ. Then many single organisms reproduce by binary fission. അപ്പോൾ ഒരുപാട് സിംഗിൾ സെൽ ഓർഗാനിസം അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണ് റീപ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അനദർ വൺ ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ത്രൂ ബൈനറി ഫിഷൻ. ബൈനറി ഫിഷനിൽ സെൽ ഈസ് ഡിവൈഡഡ് ഇൻടു ടു ഹാഫ്സ് ആൻഡ് ഈച്ച് റാപ്പിഡ്ലി ഗ്രോസ് ഇൻടു അഡൾട്ട്. അതായത്
ഒരു സെല്ലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഡിവൈഡ് ചെയ്ത സെല്ലും ഡെവലപ്പ് ചെയ്യും അഡൾട്ടായിട്ട്. അതാണ് എന്ത്? ബൈനറി ഫിഷൻ. So this can give examples for the organisms exhibiting binary fission are amoeba and paramecia. ഇനി ഈസ്റ്റിൽ എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്? ഈസ്റ്റിലും ദ ഡിവിഷൻ ഈസ് നോട്ട് ഈക്വൽ ആയിട്ടല്ല സെല്ല്. നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞ ബൈനറി ഫിഷനിൽ ഒരു സെല്ലിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ബട്ട് ഇൻ ദിസ് കേസ് ഇൻ ദ ഈസ്റ്റ് ദ ഡിവിഷൻ ഈസ് അൺഈക്വൽ. അതായത് ഒരു സ്മോൾ ബഡാണ് ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത്. ഇറ്റ് മേ റിമെയിൻ അറ്റാച്ച്ഡ് ഇനീഷ്യലി ടു ദ പാരന്റ് സെൽ. ദിസ് ഇസ് ദ സ്മോൾ ബഡ് and then this may mature into new organisms. So in asexual in budding, ഈ ഒരു പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്? ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. അതായത് ഓർഗാനിസം they may develop small buds and this may remain attached. ആദ്യം ഈ ബഡ് അറ്റാച്ച് ചെയ്തിരിക്കും, സ്മോൾ ബഡ് ഡെവലപ്പ് ചെയ്യും. and this may remain attached initially. എന്നിട്ട് അത് സെപ്പറേറ്റ് ചെയ്യും. ഇത് മെച്യൂർഡ് ആകുമ്പോഴാണ് ഈ ബഡ് ഒറിജിനൽ പാരന്റ് സെല്ലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ഇതേപോലെ സെപ്പറേറ്റ് ഇൻഡിവിജ്വലായി മാറുന്നത്. So next is the members of the kingdom fungi and simple plants such as algae reproduce through special asexual reproductive structures. അപ്പോൾ asexual reproduction also takes place in the members of kingdom fungi and simple plants such as algae. അപ്പോൾ അതിൽ മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്നതാണ് സൂസ്പോർസ്. സൂസ്പോർസ് ഓഫ് ക്ലമിഡോമോണാസ്. അപ്പോൾ ക്ലമിഡോമോണാസ് എന്ന് പറഞ്ഞത് ആൽഗിയാണ് അല്ലേ? ആൽഗേന്റെ സൂസ്പോർസ്. ക്ലമിഡോമോണാസിന്റെ സൂസ്പോർസ് ആണ്. ദേ ആർ യൂഷ്വലി മൈക്രോസ്കോപ്പിക് ആൻഡ് ഓൾസോ മോട്ടൈൽ സ്ട്രക്ചേഴ്സ് ആൻഡ് ദിസ് എക്സിബിറ്റ് asexual reproduction. Other common asexual reproductive structures are other common mode of asexual reproductive structures are first one conidia. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ടത് ആൽഗെ, ക്ലമിഡോമോണസ് എന്ന ആൽഗയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൂസ്പോർസ്. ദിസ് അണ്ടർഗോ asexual reproduction. സെക്കൻഡ് പിക്ചറിൽ കൊനീഡിയ ഓഫ് പെനിസിലിയം. പെനിസിലിയം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫംഗസ്. അപ്പോൾ ഈ ഫംഗസിന്റെ ടിപ്പിൽ കാണുന്ന ബോൾ സ്ട്രക്ചർ ആണ് എന്ത്? കൊനീഡിയ. അപ്പോൾ ഇതും ദിസ് മേ ഓൾസോ ഡെവലപ്പ് ആസ് എ റിസൾട്ട് ഓഫ് asexual reproduction in penicillium. ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ഫംഗസ്. പിന്നെ ദ ഫോർമേഷൻ ഓഫ് ബഡ്സ് ഇൻ ഹൈഡ്ര. ഹൈഡ്ര എന്ന് പറഞ്ഞ പ്ലാന്റിൽ ബഡ് ഡെവലപ്പ് ചെയ്യും. ദാറ്റ് ഈസ് ഓൾസോ asexual mode of reproduction. The next is gemmules, development of gemmules in sponge. So these are the other common asexual reproductive structures which are seen in the organisms including the kingdom fungi and simple plants such as algae. So that's all about today's class. So we can discuss the asexual reproduction in the plants, how the asexual reproduction takes place in the plants in the next class. Okay, thank you all, have a nice time.